ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും കുത്തിയോട്ടം കാണാൻ പോവാണ് ഗൈസ്. കുത്തിയോട്ടം എന്ന് പറഞ്ഞാൽ ചെട്ടുളങ്ങര അമ്മയുടെ ഏറ്റവും വലിയ വഴിപാടുകളിലൊന്നാണ്. അപ്പോൾ ചില വീട്ടുകാർ മാത്രമേ ഇത് നടത്താറുള്ളൂ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് കണ്ടിയിലുള്ള ഒരു കുത്തിയോട്ട് വീട്ടിലേക്കാണ്. എങ്ങോട്ട് പോവാ? അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഞായറാഴ്ച ഒരുങ്ങി വരും. എനിക്ക് ഇത്രയും മതിയോ? ഒരുങ്ങിയാൽ മതിയോ? ആ മതി. അമ്മനെ എല്ലാവരും ഒരുങ്ങി വരും, ഞാൻ മാത്രം. പുള്ളിക്കാരി മാത്രം ഒരുങ്ങിയില്ല. ഞായറാഴ്ച അടിച്ചു പൊളിച്ചേ വരത്തുള്ളത്. ഗൈസ്, ഇതാണ് കുത്തിയോട്ട വീട്. കണ്ടീരമ്പലത്തിന് തൊട്ടടുത്ത് തന്നെയാണ്. ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെയാണ് എത്തിയേക്കുന്നത്. നേരത്തെ വന്നാലേ ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റൂ, അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏറ്റവും ബാക്കിൽ നിന്ന് കാണേണ്ടി വരും. അപ്പം നമുക്കെന്ന് പറഞ്ഞാൽ കുത്തിയോട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര അഡിക്ഷനാണ്. അപ്പോൾ നമുക്ക് മാത്രമല്ല, ഈ നാട് മൊത്തം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവർ നേരത്തെ വന്ന് സീറ്റ് പിടിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ കുത്തിയോട്ട വീടിൻ്റെ എൻട്രൻസ്. ഇനി നമുക്ക് പെട്ടെന്ന് പോയി സീറ്റ് പിടിക്കാം. ഒരു 8:30 ആകുമ്പോഴേ തുടങ്ങത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ കണ്ടത് ചൂരൽ മുറിയുന്ന കുഞ്ഞുങ്ങളെ ആശാമ്മ ചുവട് പഠിപ്പിക്കുന്നതാണ്. ഈ ചൂരൽ മുറിയുക എന്ന് വെച്ചാൽ ദേവിക്ക് ബലി കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഇവരെയാണ് ലാസ്റ്റ് ദിവസം ഇവരുടെ വയറ്റിൻ്റെ സൈഡിൽ കൂടെ സ്വർണ്ണവോ വെള്ളിയോ നൂലോ കടത്തിവിടുക എന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് പൊട്ടിക്കത്ത് മാത്രമേ ഉള്ളൂ അവരുടെ തൊലി. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ബലി കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലെത്തുന്നത്. ഈ ചുക്കുകാപ്പി കുത്തിയോട്ട വീടുകളിലെല്ലാം കാണാം. അതുപോലെ നമുക്കിനി വലിയവരുടെ കുത്തിയോട്ടം കാണാം കേട്ടോ. കുത്തിയോട്ടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു നാഗസ്തുതി കയറി വന്നു. മണിനാഗങ്ങൾ കളിയാടുമ്പോൾ എന്ന് പറഞ്ഞിട്ട്, അതും കുത്തിയോട്ടം തന്നെയാണ്. ആ ഒരു ടൈം ഞാൻ ഇൻസ്റ്റാ ലൈവ് പോയിരുന്നു. അപ്പോൾ അവിടെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറേ ആൾക്കാർക്കും ഈ നാഗങ്ങളെ പോലെ ആടി ആടി കുത്തിയോട്ട കളത്തിലൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ട് ചിലരൊക്കെ ഭയങ്കര ചിരി കാര്യങ്ങൾ കമൻസൊക്കെ എന്ന് പറഞ്ഞാൽ അമിത ഭക്തി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഉള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഞങ്ങൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഫേമസ് ആയ ആളല്ല ചെട്ടുളങ്ങര അമ്മ. അവിടുത്തെ കെട്ടുകാഴ്ച, അവിടുത്തെ ആചാരങ്ങളൊക്കെ അപ്പോൾ അപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പേ ഫേമസ് ആണ് ചെട്ടുളങ്ങര അമ്പലം, ദേവി, അവിടുത്തെ കെട്ടുകാഴ്ച കാര്യങ്ങളൊക്കെ. ദേവിയെ കുടിയിരുത്തിയിട്ടാണ് കുത്തിയോട്ടം ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ ഈ ദേവിയുടെ ഫ്രണ്ടിൽ വെച്ച് ഒരാൾക്ക് ഇങ്ങനെ ആക്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ, അതിനുള്ള ധൈര്യമൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ട്. എനിക്ക് മാത്രമല്ല, മാവേലിക്കരക്കാർക്കെല്ലാം. കാരണം നമുക്കറിയാം ചെട്ടുളങ്ങര അമ്മ എന്താണെന്നൊക്കെ നമുക്കറിയാം.
അപ്പോൾ ബാക്കിയുള്ളവർ പറയുന്നതൊന്നും ഞാൻ വിലയിരുത്താറില്ല, മെയിൻറ്റെയിൻ ചെയ്യാറില്ല. പിന്നെ അതുപോലെ തന്നെ ഈ കുത്തിയോട്ടം എന്ന് പറഞ്ഞാൽ ഗംഭീര കുത്തിയോട്ടമായിരുന്നു. ഞങ്ങളൊക്കെ ഫ്രണ്ട് ഇരുന്ന് കണ്ടതാണ്. പെട്ടെന്നാണ് ആൾക്കാർ വീഴുന്നതൊക്കെ. ഭയങ്കര അത്ഭുതത്തോടൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം കേട്ടോ. ഭയങ്കര ഗംഭീര കുത്തിയോട്ടമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞൊരു 11:30 ആയി. ആ ഒരു സമയമായപ്പോൾ ഞങ്ങൾ എല്ലാവരും എണ്ണീറ്റ് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകാം ഗൈസ്. ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും വന്നിട്ടുണ്ട് ഗൈസ്. ഉപ്പുമാവൊക്കെ ആയിരുന്നു കഴിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞൊരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് അങ്ങ് പോവാണ്.
കുത്തിയോട്ടം കഴിഞ്ഞ് നമ്മൾ പോവാണേ. ഞങ്ങൾ ഇറങ്ങുന്ന ടൈമായിട്ടും കുത്തിയോട്ടം തീർന്നിട്ടൊന്നുമില്ല. പക്ഷേ നമ്മൾ ഒത്തിരി ടൈം ആയതുകൊണ്ട് നമ്മൾ വീട്ടിലോട്ട് അങ്ങ് പോവാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദിസ് നിധി സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.